അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫോണിൻ്റെ ബെല്ലടി കേട്ടുകൊണ്ടാണ് നൂർ ഫാത്തിമ അന്ന് റൂമിലേക്ക് പോകുന്നത്. മമ്മ പറഞ്ഞു, റീനമോളെ, അതാ മോളുടെ ഫോണ് ബെല്ലടിക്കുന്നു, പോയി നോക്ക്, പതുക്കെ പോണേ. കിട്ടില്ല എങ്കിൽ ഒന്നും കൂടി അങ്ങോട്ട് തിരിച്ച് വിളിച്ചാൽ മതി, എന്നാലും നീ ഇങ്ങനെ ഓടരുത് കേട്ടോ. ഇല്ല മമ്മ. നൂർ ഫാത്തിമ അതാ ഫോൺ എടുക്കുന്നു. മാഷാ അല്ലാ, നാഫിക്കയുടെ ഉമ്മയാണ്. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നൂർമോളെ, എന്തൊക്കെയാണ് കുട്ടിയെ വിശേഷം? സുഖമല്ലേ എൻ്റെ കുട്ടിക്ക്? അൽഹംദുലില്ലാ, സുഖമാണ്. ആ, പിന്നെ എന്തൊക്കെ, ചായയൊക്കെ കുടിച്ചോ? ആ ഉമ്മ, കുടിച്ചു. പിന്നെ മോൾക്കറിയാലല്ലേ ഇനിയുള്ള ദിവസങ്ങളുടെ കുറിച്ചുള്ള പ്രത്യേകതകളൊക്കെ? അത് മോളെ, എല്ലാം ഞാൻ പറയാം, മോൾക്ക് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ നൂർമോൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ അറഫ നോമ്പ് ഒക്കെ നോൽക്കാനുള്ള അവസരം കിട്ടിയതില്ലേ? അതേ ഉമ്മ, ഇതുവരെ ഞാനത് നോറ്റിട്ടില്ലല്ലോ, എനിക്ക് ആദ്യമായിട്ടാണ് മോളെ. അതിനെക്കുറിച്ച് കുറച്ചൊക്കെ പഠിക്കാനുണ്ട്, പക്ഷേ എങ്കിലും നമ്മൾക്കൊന്നും നാളെയല്ല. പക്ഷേ നമ്മളെ നാഫി മോൻക്കും വിദേശത്ത് നിൽക്കുന്ന എല്ലാവർക്കും, അതായത് പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ നാളെയാണ് അറഫ നോമ്പ്, അതായത് ദുൽഹിജ്ജ 9. അപ്പോൾ ഉമ്മ, എപ്പോഴാണ് നോമ്പ് പിടിക്കേണ്ടത്? നാളെയോ മറ്റന്നാളോ? അത് നാളെ നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾക്ക്, അതായത് അവർക്കാണ് നാളെ ദുൽഹിജ്ജ 9. നമ്മൾക്ക് നാളെ 8 ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റന്നാളെയാണ് നമുക്കുള്ള നോമ്പ്. ഞായറാഴ്ചയാണ് നമുക്ക് നോമ്പ്, തിങ്കളാഴ്ച പെരുന്നാൾ. പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ അപ്പോൾ മറ്റന്നാളെ പെരുന്നാൾ. നാഫിമോൻക്കൊക്കെ മറ്റന്നാളെ അവർ പെരുന്നാൾ ആഘോഷിക്കും. ഇൻഷാ അല്ലാ നമ്മൾ പിറ്റേന്നു. അല്ല നൂർമോളെ, മോൾക്ക് വരാനായില്ലേ? ഇനിയിപ്പോൾ മറ്റന്നാൾ ഇവിടെ നിന്ന് നോമ്പ് പിടിക്കല്ലേ നല്ലത്? നാളെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാൻ വന്നാലോ? നാഫിക്കയുടെ ഉമ്മയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ നൂർ ഫാത്തിമയ്ക്ക് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഒന്നും എതിര് പറയാൻ പാടില്ലല്ലോ. ആദ്യത്തെ ബലിപെരുന്നാളാണ്, ആദ്യത്തെ അറഫോ നോമ്പാണ്. അതെ, അത് ഏറ്റവും നല്ലത് അവിടെ വെച്ച് ചെയ്യുന്നതായിരിക്കും. നൂർമോളെ, ഇൻഷാ അല്ലാ എന്തായാലും മോള് നോമ്പ് നോക്കുന്നതിന് മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ? ഗർഭിണി ആയതുകൊണ്ട് അത്ര നിർബന്ധമുള്ള നോമ്പൊന്നുമല്ല, സുന്നത്താണല്ലോ. പിന്നെ അതുമല്ല, നമ്മൾ ശരീരത്തിന് എന്തെങ്കിലും ഭയമുണ്ടായിട്ട് എന്തെങ്കിലും പറ്റുന്നൊക്കെ പേടിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോമ്പ് ഒഴിവാക്കാം കേട്ടോ. പിന്നെ അത് ഈ സുന്നത്തിൽ അതൊന്നും നിർബന്ധമില്ല, കാരണം അതൊക്കെ റമളാൻ മാസത്തിലെ നോമ്പിനാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഇത് നമുക്ക് കഴിയുമെങ്കിൽ നോൽക്കാം. അഥവാ നോറ്റ് കഴിഞ്ഞാൽ തന്നെ നൂർ ഫാത്തിമ, ഇതിൻ്റെ പ്രതിഫലം എന്താണെന്ന് നിനക്കറിയോ? ഉമ്മ, നാഫിക്ക എന്നോട് കുറച്ചൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ അടുത്തിരുന്ന് പറയുന്ന പോലെ അത്രക്കും വിശദമായൊന്നും അങ്ങനെ പറ്റില്ലല്ലോ. നൂർമോളെ, അറഫ നോമ്പ് പ്രവാസികൾക്ക് നാളെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ അവരിന്ന് അത്താഴത്തിനൊക്കെ എണീക്കും. അങ്ങനെ അത്താഴമൊക്കെ കഴിച്ചിട്ട് അവർ നിയ്യത്ത് ചെയ്ത് അവർ അള്ളാഹുവിന് വേണ്ടി നോമ്പ് അനുഷ്ഠിക്കും. അങ്ങനെയാണ്. പിന്നീട് മറ്റന്നാൾ അവർക്ക് പെരുന്നാൾ. അഥവാ ആ നോമ്പ് നോറ്റാലുള്ള പ്രതിഫലം എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഉമ്മ, അതിനെക്കുറിച്ചൊന്ന് എനിക്ക് ശരിക്കും വിശദമായി പറഞ്ഞു തരുമോ? ആ നോമ്പ് നോറ്റാലുള്ള പ്രതിഫലങ്ങൾ? മോളെ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അറഫാ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും ചെറിയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണെന്ന്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പ്രതിഫലമല്ലേ? കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്തു പോയത്. ഇനിയൊരു പക്ഷേ അടുത്ത വർഷം നമ്മൾ തെറ്റ് അറിയാതെ ചെയ്തു പോവുകയാണെങ്കിൽ അതും വരെ പൊറുക്കപ്പെടും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നൂർമോളെ, വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അത് ദുൽഹിജ്ജ 9 എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന. എന്താലേ? അപ്പം നമ്മൾ എന്ത് വേണമെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ദിവസമാണ് എന്നർത്ഥം. അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന. ഞാനും എൻ്റെ മുൻപുള്ള, അതായത് നബിയുടെ പൂർവികരായ നബിമാരുമെല്ലാം പറഞ്ഞ ഉത്തമ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹു
വഹദഹു ലാ ശരീക ലഹു ലൗഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നമ്മൾ ആ ദിവസത്തെ പ്രാർത്ഥന അത് വർദ്ധിപ്പിക്കണം. ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനയാണെന്നല്ലോ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നൂർമോളെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് നല്ല രീതിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. ഉമ്മ ഇൻഷാ അല്ലാ എനിക്കും നല്ല ആഗ്രഹമുണ്ട്. ഞാൻ അധിക ദിവസങ്ങളിലും ഞാൻ തിങ്കളും വ്യാഴവും നോമ്പനുഷ്ഠിക്കാറുണ്ടല്ലോ. പക്ഷേ ഗർഭിണി ആയതിനു ശേഷം അത് ഉമ്മാക്കും നാഫിക്കാക്കും സമ്മതമല്ലാത്തത് കൊണ്ട്, ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പ് പിടിക്കരുതെന്നാണല്ലോ, അതുകൊണ്ട് അത് ഞാൻ ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഇത് എനിക്ക് ഇൻഷാ അല്ലാ സ്വന്തമാക്കണം. ഈ ഒരു പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. മോളെ ഇൻഷാ അല്ലാ ഒന്നും സംഭവിക്കില്ല. നമ്മളെ കുഞ്ഞിനെ അള്ളാഹു ഉണ്ടല്ലോ കാവലായിക്കൊണ്ട്. നൂർമോളെ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്നോ, അറഫ ദിവസത്തേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകളെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസം ഇല്ലയെന്ന്. അപ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമായതുകൊണ്ടാണ് നരകത്തിലുള്ള ആളുകളെ ആ ഒരു അഗ്നിയിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണത്രേ അറഫയുടെ ദിവസം എന്ന് പറഞ്ഞാൽ. അത്രക്കും പവിത്രമാക്കപ്പെട്ട ദിവസമാണത്. അള്ളാഹുവേ, ഈ ശ്രേഷ്ഠമായ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ. എൻ്റെ നൂർമോള് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ആ ദിവസം ദുആ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാ ഒരിക്കലും മറക്കരുത്. കാരണം നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കുന്നൊരു ദിവസം കൂടിയാണത്. നൂർമോളെ, ഇത് വളരെയധികം പ്രതിഫലാർഹമായൊരു നോമ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അത് നോൽക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നൂർമോളെ, അതുപോലെ പറഞ്ഞല്ലോ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല പ്രാർത്ഥന അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണെന്ന്. ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകരുമെല്ലാം ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചത്, അതായത് പ്രാർത്ഥിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ വാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മോളത് ശ്രദ്ധിച്ചില്ലേ? ആ ഉമ്മ എനിക്ക് മനസ്സിലായി. ഇതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ആ ഒരു മഹത്വചനം. അതേ മോളെ, അത് മറക്കല്ലേ കേട്ടോ. അത് കറക്റ്റായിട്ട് നമുക്കത് മാക്സിമം നമ്മളത് ചൊല്ലി ദുആ ചെയ്യണം ഇൻഷാ അല്ലാ. ഉമ്മ അതിൻ്റെ നിയ്യത്ത് അത് നാഫിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു തന്നിരുന്നോ? അതൊന്നുകൂടി മോളെ അതിനെന്താ പറയാലോ. അതായത് അറഫ നോമ്പ് അതിൻ്റെ നിയ്യത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നവേത്തു സോമ അദിൻ അൻ അദാഹി സുന്നത്ത് അറഫ ആദിഹി സനത്തെ ലില്ലാഹി തആല. ഈ കൊല്ലത്ത് അതാ ആയ അറഫയുടെ നാളത്തെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. അങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത് കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് മറ്റന്നാളെയാണ് നോമ്പ്. നാളെ ഞാൻ പറഞ്ഞല്ലോ പ്രവാസി സുഹൃത്തുക്കൾക്കാണ് നാളെ നമുക്ക് നോമ്പുള്ളത്. നൂർമോളെ, ഈ ദിവസങ്ങളൊക്കെ വളരെയധികം ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളാണ്. ഇന്നും നാളെയും അറഫാ ദിവസവും പെരുന്നാൾ ദിവസവും ഒക്കെ ഏറ്റവും കൂടുതൽ ചൊല്ലി ദുആ ചെയ്യേണ്ട കുറച്ച് ദിക്റുകളുണ്ട്. എൻ്റെ നൂർമോൾക്ക് ഞാനത് പറഞ്ഞു തരട്ടെ? ഉമ്മ പറഞ്ഞു തരും. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ആ മോളെ, അതായത് നമ്മൾ ഇന്നും നാളെയൊക്കെ എന്ന് വെച്ചാൽ വളരെയധികം പരിശുദ്ധമാക്കപ്പെട്ട അങ്ങനത്തെ പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അള്ളാഹുവിനോട് എത്ര ദിക്റൊക്കെ ചൊല്ലി ദുആ ചെയ്താലും അള്ളാഹു നമുക്ക് അതിനുള്ളൊരു പ്രതിഫലം നൽകും. എൻ്റെ നൂർമോള് ഇന്ന് തന്നെ തുടങ്ങിക്കോ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അത് 100 പ്രാവശ്യം. അതുപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈൻ അതും 100 പ്രാവശ്യം. അടുത്തത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അത് 100 പ്രാവശ്യം. ഇതൊക്കെ മോൾക്ക് പരിചയമുള്ളതല്ലേ ഉമ്മ? ഇതെല്ലാം ഞാൻ ചൊല്ലാറുള്ളതാണ്. എനിക്ക് നാഫിക്ക പറഞ്ഞു തന്നിട്ടും അറബി ഉമ്മ പറഞ്ഞു തന്നിട്ടും ഒരുപാട് അറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മോളെ, അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നീ ചൊല്ലിക്കോ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ 450 പ്രാവശ്യം ചൊല്ലിക്കോ. അതും ഈ പുണ്യമാക്കപ്പെട്ട ദിവസത്തിൽ. ഒരിക്കലും വെറുതെ ആവില്ല നമ്മളുടെ ആഗ്രഹം. നമ്മളെന്താണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അതെല്ലാം നമുക്ക് നൽകും. അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാകും.
ഹസ്ബനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നാണ് 450 പ്രാവശ്യം ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി. അതെൻ്റെ മോള് 100 പ്രാവശ്യം ചൊല്ലിക്കോ. പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെല്ലണം എന്നല്ല കേട്ടോ, സാവകാശം ഇരുന്ന് അങ്ങനെ ചൊല്ലാലോ. അതുപോലെ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിന മുഹമ്മദ്, അത് ഒരു 100 പ്രാവശ്യം ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അല്ലാഹു തീർത്തു തരട്ടെ. ആമീൻ. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക. നമ്മോട് ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, അറഫാ ദിവസത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന എന്ന്. അതുകൊണ്ട് തന്നെ ആരും ഇത് ഒഴിവാക്കരുത്. മാത്രമല്ല നോമ്പ് ഒരിക്കലും ഒഴിവാക്കരുത്. അത്രക്കും പ്രതിഫലമുള്ളതാണ്. കഴിഞ്ഞ വർഷത്തതും പൊറുക്കപ്പെടും, അതുപോലെ വരാനുള്ള വർഷത്തതും. എന്തായാലേ ഒരു സ്പെഷ്യൽ ഓഫറാണത്, ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഉമ്മ, എനിക്കൊരു ഡൗട്ട്. ഖളായി പോയ നോമ്പ് അത് ഇതിൻ്റെ കൂടെ മോളെ പറ്റുമല്ലോ? അതായത് ഖളാ ആയ നോമ്പ് എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നിയത്ത് ചെയ്യാം. അള്ളാഹു കാരുണ്യവാനല്ലേ. അള്ളാഹുവിനോട് പറയാം, പഠിച്ചോനെ എനിക്കിങ്ങനെ ഖളാ ആയിട്ടുണ്ട് നോമ്പ്, അത് ഈ കൂട്ടത്തിലൂടെ ഞാൻ നോൽക്കാൻ വേണ്ടി നിയത്ത് ചെയ്യാണ്. അത് അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ആ ഫർള് വീട്ടിയതിൻ്റെ കൂലിയും തരും. അത് മാത്രമല്ല ഇതിനുള്ള സ്പെഷ്യലായിട്ടുള്ള ആ ഒരു പ്രതിഫലവും അങ്ങനെ ഇരട്ടിമധുരമാണ് നമുക്ക് കിട്ടുക. പിന്നെ ഒരു കാര്യം കേട്ടോ നൂർമോളെ, ഈ ഒരു നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ, അതായത് അങ്ങനെയാണ് പറയുന്നത്, നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ സമ്മതം ആവശ്യമില്ല. മറ്റേതൊക്കെ ഭർത്താവിൻ്റെ സമ്മതം ഇല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല, സുന്നത്ത് നോമ്പ് അങ്ങനെയാണല്ലോ. പക്ഷേ ഇത് ശക്തമായ സുന്നത്തായതുകൊണ്ട് തന്നെ നോമ്പ് അനുഷ്ഠിക്കാൻ ഭർത്താവിൻ്റെ സമ്മതം ആവശ്യമില്ല. ഇത് വർഷത്തിൽ ഒരു തവണ മാത്രമുള്ള അതിശക്തമായ സുന്നത്ത് നോമ്പ് ആയതുകൊണ്ടാണ് ഭർത്താവിൻ്റെ സമ്മതം ഇല്ലാതെയും അനുഷ്ഠിക്കാം എന്ന് പറയുന്നത്. അപ്പം അത്രയ്ക്ക് അതിൻ്റെ ഒരു പവർ നമ്മൾ നോക്കണം. ഉമ്മ, നിങ്ങൾ പറഞ്ഞ നല്ല അറിവുകൾ ഇതൊന്നും എനിക്കറിയാത്തതായിരുന്നു. ഒരുപാടൊക്കെ അന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇത്രയും വിശദമായിട്ടൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തായാലും അൽഹംദുലില്ലാഹ് ഉമ്മ, നിങ്ങൾ ഇത് പറഞ്ഞത് തന്നതൊക്കെ അതുപോലെ ഞാൻ ഈ കേട്ടതൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ. നൂർമോളെ, അപ്പോൾ നമുക്ക് നോമ്പൊക്കെ ദാ ഇവിടെ വന്നിട്ട് നോക്കാട്ടോ. പിന്നെ അതുമല്ല, എൻ്റെ മോള് പറ്റ വൈകുന്നേരം വേണ്ടി നിൽക്കുന്നില്ല. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ പുലർച്ചെ ഇവിടുന്ന് പുറപ്പെടാം. എന്നാൽ പിന്നെ അധികം വൈകുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചെത്താലോ കേട്ടോ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് നമുക്ക് നോമ്പ് നോൽക്കാം. അതായിരിക്കും നല്ലത്. മറ്റേത് അവിടുന്ന് മോൾക്ക് അത്താഴത്തിന് എന്തെങ്കിലും കഴിക്കുമ്പോഴും അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കൂലേ ആ ഒരു സമയത്ത്. ഉമ്മ, അതൊന്നുമില്ല. മമ്മിയും പപ്പയും കട്ട സപ്പോർട്ടാണ് ഇപ്പം എല്ലാ കാര്യത്തിനും. സത്യമായിട്ടും ഉമ്മ, അവരെനിക്ക് ഒരുക്കിയ റൂമൊക്കെ കണ്ടിട്ടുണ്ടോ ഉമ്മ? ഒന്ന് കാണേണ്ടത് തന്നെയാണ് മോളെ. ഇൻഷാ അല്ലാഹ് വന്നിട്ട് കാണാലോ. ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാൽ ദാ നാഫിമോന് വരും, ചിലപ്പോൾ അറബിയമ്മയും ഫാമിലിയും ഒക്കെ വരും. നൂർ ഫാത്തിമ ഒരു നിമിഷം അത് ചിന്തിച്ചു. അതെ, തനിക്ക് വന്ന ആ ഒരു മെസ്സേജ്, ആ ഒരു ലൊക്കേഷൻ, അത് അറബിയമ്മ കൊടുത്തയച്ച കുറച്ച് സാധനങ്ങളാണ് എന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ അറബിയമ്മ ഈ വരാൻ സമയത്ത് എനിക്ക് എന്തെങ്കിലും കൊടുത്തയക്കുമോ? ഹേയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഇനി ഒരു പക്ഷേ വല്ല സർപ്രൈസും ആണെങ്കിലോ? ആ അറബിയമ്മക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്, സർപ്രൈസ് തരുന്ന. ഒരു പക്ഷേ അങ്ങനെയായിരിക്കും. നൂർ ഫാത്തിമക്ക് അത് ഉമ്മയോട് ചോദിക്കണമെന്ന് തോന്നി. പക്ഷേ അത് ഇനിയൊരു പക്ഷേ അറബിയമ്മ അത് പറയാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലോ? ഇനിയിപ്പോൾ ഞാനായിട്ട് അത് പറയണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് വന്നിട്ട് കാണാം. പാവം, ഇതെല്ലാം മനാഫിൻ്റെ ചതിയാണെന്ന് നൂർ ഫാത്തിമ അറിയുന്നേയില്ല. അറബിയമ്മ എന്ന് പറഞ്ഞപ്പോൾ നൂർ ഫാത്തിമ എല്ലാം മറന്നു. ഇല്ല, എൻ്റെ അറബിയമ്മ എന്നെ ഒരിക്കലും ചതിക്കില്ല. അതെ, അറബിയമ്മ തന്നയച്ചതാണ് എന്നാണ് പറഞ്ഞത്, സർപ്രൈസ് ഗിഫ്റ്റ്. നൂർ ഫാത്തിമ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. അതിൽ ഉമ്മ പറഞ്ഞു, മോളെ എന്നാൽ റെഡി ആയിക്കോട്ടോ, എല്ലാവരോടും പറഞ്ഞോ, മമ്മയോടും പപ്പയോടൊക്കെ പറഞ്ഞിട്ട് റെഡി ആകണേ. അപ്പോൾ നാളെ പുലർച്ചെ ഇൻഷാ അല്ലാഹ് കാണാട്ടോ. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് എന്തായാലും മോളെ ഉച്ചയാകും. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച്. അതിനെന്താ ഉമ്മ,
ഇവിടെ കിടക്കാലോ, ഇവിടെ സൗകര്യമൊക്കെ ഉണ്ട് മോളെ. അതുകൊണ്ടല്ല, പിന്നെ മറ്റന്നാൾ നോമ്പല്ലേ. അപ്പോൾ ആ അത് ശരി. അപ്പോൾ ഇൻഷാ അല്ലാ ഉമ്മ നിങ്ങൾ കുറച്ച് നേരത്തെ പോന്നോളൂ കേട്ടോ. ഓക്കെ മോളെ, എന്നാൽ ശരി. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഉമ്മ ഫോൺ കട്ട് ചെയ്തു. നൂർ ഫാത്തിമയ്ക്ക് സങ്കടവും സന്തോഷവും ഒരുമിച്ച് വരുന്നു. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ നാഫിക്ക വരാനായി തുടങ്ങി, അതാണ് സന്തോഷം. പക്ഷേ താൻ ജനിച്ചു വളർന്ന വീടും നാടും വിട്ട് പോകുന്നത് ആലോചിക്കുമ്പോൾ അതിലേറെ സങ്കടവും, മമ്മയും പപ്പയും വിട്ട് പോകുന്നത് ആലോചിക്കുമ്പോൾ സാരല്ല, ഭർത്താവിൻ്റെ ഇഷ്ടമാണല്ലോ നാം എപ്പോഴും നോക്കേണ്ടത്. ഇൻഷാ അല്ലാ എൻ്റെ നാഫിക്ക വരട്ടെ. അപ്പോഴേക്കും നൂർ ഫാത്തിമയുടെ മമ്മ അങ്ങോട്ട് വന്നു. മോളെ റീന മോളെ ആരെ വിളിച്ചത്? ഉമ്മ, മമ്മയായിരുന്നു. അത് ഞങ്ങൾക്കൊരു നോമ്പ് എടുക്കാനുണ്ട് കേട്ടോ. ആ നോമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ്. എന്ത് നോമ്പ്? ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു നോമ്പ്? അതെ മമ്മ, അത് നമ്മളൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഇസ്ലാമിലെത്തിയപ്പോൾ ഞാനതങ്ങ് പഠിച്ചു. അത് സുന്നത്താണ് എന്ന് വെച്ചാൽ നിർബന്ധമില്ല എന്നർത്ഥം. പക്ഷേ അഥവാ ആ നോമ്പ് നോറ്റിക്കഴിഞ്ഞാലേ നാം കഴിഞ്ഞ വർഷം ചെയ്ത പാപങ്ങളും അതുപോലെ വരാനിരിക്കുന്ന വർഷത്തെയും ചെറു പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ആരും ഒരു ചാൻസ് നഷ്ടപ്പെടുത്തരുത്. ആരും നഷ്ടപ്പെടുത്തില്ല, എല്ലാവരും ഒന്ന് നോക്കും. മോളെ, എനിക്കും ഇഷ്ടമാണ് നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ഒന്നും ഭക്ഷണമൊന്നും ഇല്ലാതെ നിൽക്കും നോമ്പ് പോലെ. മമ്മ, അത് അങ്ങനെയല്ല, എല്ലാത്തിനും നെയ്യത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഒരു നെയ്യത്ത് അത് കറക്റ്റാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളതൊക്കെ റെഡിയാകും ഇൻഷാ അല്ലാ. മമ്മ, അപ്പോൾ ഞങ്ങൾക്ക് നോൽക്കാനുള്ള നോമ്പ് എന്ന് വെച്ചാൽ മറ്റന്നാളെയാണ്, അതായത് ദുൽഹജ്ജ് 9. അത് കഴിഞ്ഞ് പെരുന്നാൾ. ആ ഉമ്മ, പിന്നെ നാളെ ഉമ്മയും ഉപ്പയും കൊണ്ടുവരാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നേരത്തെ. അതായത് മറ്റന്നാളൊരു നോമ്പുണ്ട്. ആ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളാണ്, പിന്നെ നാഫിക്ക് വരും, അങ്ങനെയൊക്കെ. മോളെ, നീ പോവുകയാണോ? സത്യം പറഞ്ഞാൽ നിൻ്റെ കൂടെ നിന്നിട്ട് കൊതി തീർന്നിട്ടില്ല മോളെ. എപ്പോഴും പണിയും തിരക്കൊക്കെ ആയതുകൊണ്ടേ. അത് സാരല്ല മമ്മ, ഇത്രയെങ്കിലും ദിവസം ഞാനിവിടെ നിൽക്കാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചല്ലോ. എനിക്ക് ഭാഗ്യം ലഭിക്കില്ല എന്ന് വിചാരിച്ചതായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ, ഇത്രയും ദിവസം എൻ്റെ മമ്മയുടെയും പപ്പയുടെയും കൂടെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാ നാളെ അങ്ങോട്ട് പോകും. മമ്മ വിഷമിക്കരുത് കേട്ടോ. മോളെ, നിനക്ക് വിഷമല്ലേ? മമ്മ, വിഷമം ഉണ്ടായിട്ടെന്താ? പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, പിന്നെ നോമ്പാണ് മറ്റന്നാളെ. അതെ, നാളെ പുലർച്ചെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ്, എന്തെങ്കിലും ചെറിയ രീതിയിൽ, അതൊരു ഈത്തപ്പഴമായാലും വേണ്ടില്ല എന്നാ. അത്താഴം അത്തിപ്പഴം പോലെ എന്നാണ്. അതെ, അത്തിപ്പഴം പോലെയാണ്, അതൊരു സുന്നത്താണ്. അങ്ങനെ ഞങ്ങൾ അത്താഴം കഴിച്ചിട്ട് നോമ്പ് നോൽക്കും. എന്നിട്ട് പിന്നെ മഗ്‌രിബിൻ്റെ എന്ന് വെച്ചാൽ പകൽ മുഴുവനും ഞങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ നിൽക്കും, വെള്ളം കുടിക്കാതെ ഭക്ഷിക്കാതെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്. പിന്നീട് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കും. അങ്ങനെയാണ് നോമ്പിൻ്റെ ഒരു രീതി. മോളെ, ഡയറ്റൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു കാര്യമാണല്ലേ? അതേ മമ്മ, അതാണല്ലോ ഇസ്ലാമിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. മോളെ, സത്യം പറഞ്ഞാലേ ഈ നാളെ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. മമ്മ, ഇനിയും വരാലോ, ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ. എൻ്റെ മോള് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. കുഞ്ഞുവാവയെ നിൻ്റെ ചാടലും ആ ഓടലും ഒക്കെ കുറച്ച് കുറക്കണം കേട്ടോ. കുഞ്ഞിങ്ങനെ വളർന്നു വരികയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കെയറിങ് കൊടുക്കണം എന്ന് കരുതി പണിയൊന്നും എടുക്കാതെ നിൽക്കാമെന്നല്ല കേട്ടോ. എങ്കിലും ഇറങ്ങുമ്പോഴും ചാടുമ്പോഴൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. പിന്നെ ഡോക്ടറുടെ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ മോളുടെ അടുത്തില്ലേ? ആ അമ്മ, അതെല്ലാം ഉണ്ട്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ. നൂർ ഫാത്തിമ ഒന്നും മിണ്ടിയില്ല. അതെന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത്? മമ്മ, അതെനിക്ക് താല്പര്യമേ ഇല്ല ഹോസ്പിറ്റലിലൊന്നും പോകുന്നത്. ഹോസ്പിറ്റലിൽ പോയെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഇപ്പം എന്താ പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയുക? എനിക്കറിയുന്നില്ല മോളെ. എങ്കിലും പോകാതിരിക്കരുത് കേട്ടോ. ആ മമ്മ, നോക്കട്ടെ. ഞാൻ എന്തായാലും നാഫിക്കൊക്കെ വരട്ടെ. ആ ശരി. പിന്നെ ഒരു കാര്യമുണ്ട്, നിൻ്റെ ഹസ്ബൻഡിനെ കൂട്ടി ഒരു ദിവസം ഇങ്ങോട്ട് താമസിക്കാൻ വരണേ. റൂമൊക്കെ സെറ്റപ്പല്ലേ? പിന്നെ ഇപ്പം എന്താ, പിന്നെ ഒരു രഹസ്യ വാതിലുണ്ട് ആ ഒരു റൂമിന് കേട്ടോ. ഞാൻ മോളോടത് പറഞ്ഞിട്ടില്ല. അതെന്താ മമ്മ? അത് ഒരു പക്ഷേ ചിലപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ ഉള്ള ആ ഒരു വീട്ടിലേക്ക് കയറി വരാൻ നിൻ്റെ ഹസ്ബൻഡിന് നാഫിമോൻക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതാ അവനക്ക് കിടക്കാൻ അവിടെ പുറത്തേക്ക് ഒരു ഓപ്പൺ വാതിലുണ്ട്. അതൊരു രഹസ്യ വാതിലാണ്. അതിലൂടെ
കടക്കാം വേണമെങ്കിൽ. അത് മമ്മ, നാഫിക്കക്ക് അങ്ങനത്തെ നിർബന്ധം കാര്യങ്ങളും വാശിയൊന്നുമില്ല. അതല്ലേ ഇനിയൊരു പക്ഷേ അങ്ങനെയൊക്കെ ഞാൻ അങ്ങോട്ടില്ല യേശുക്രിസ്തുവിൻ്റെ വീട്ടിലുള്ള ഫോട്ടോ ഉള്ള വീട്ടിലേക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം. മമ്മ, നിങ്ങളും പപ്പയും കൂടി എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ. മാഷാ അല്ലാ. നൂർ ഫാത്തിമ ഒരു നിമിഷം സന്തോഷിച്ചു. നൂർ ഫാത്തിമയുടെ മനസ്സിൽ നോമ്പനുഷ്ഠിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകളാണ്. കാരണം അവൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അറഫ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഇൻഷാ അല്ലാ നമ്മുടെ നൂർ ഫാത്തിമയും നമ്മുടെ കൂടെ നോമ്പനുഷ്ഠിക്കാൻ ഉണ്ടാകും. എല്ലാവർക്കും അറഫ നോമ്പ് അനുഷ്ഠിക്കാനുള്ള ഭാഗ്യവും വിധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു മികച്ച ഓഫർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നോമ്പ് നോൽക്കുക. ഇൻഷാ അല്ലാ നാളത്തെ വീഡിയോയിൽ നമുക്ക് ഇനിയുള്ള വിശേഷങ്ങൾ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.